ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിറ്റ്നസ് ഫീൽഡിൻ്റെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് കടുത്ത ഫുട്ബോൾ ആരാധകനും അതുപോലെ തന്നെ ഏഷ്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള മെൽവിൻ സിമേത്തി ചേട്ടനെ കുറിച്ചാണ്. മെൽവിൻ ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് മെൽവിൻ ചേട്ടൻ, വെൽക്കം ടു ഫിറ്റ്നസ് വീൽ. ഹായ്. മെൽവിൻ ചേട്ടൻ ഒരു കടുത്ത ഫുട്ബോൾ ആരാധകനാണ്, അതുപോലെ തന്നെ ഫുട്ബോൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യാറുള്ള ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമോ? എത്ര നാളായി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ച് വരുന്നതാണ്. പിന്നെ ഇപ്പോൾ 65 വയസ്സായി. ഇപ്പോഴും ഫുട്ബോൾ ഡെയിലി കളിക്കുന്നുണ്ട്. മെൽവിൻ ചേട്ടൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമോ? ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വീടിൻ്റെ അടുത്ത് തന്നെ വേളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും മാറി മാറി ഡെയിലി രാവിലെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കാൽപന്ത് കളിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആരെയാണ്, എന്തുകൊണ്ടാണത്? എൻ്റെ ചെറുപ്പകാലത്ത് മറാഡോണനെയാണ് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മെസ്സിനെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. മെസ്സിയുടെ കളി, പിന്നെ അർജൻറ്റീനയുടെ മൊത്തം കളി എന്നെ വളരെ ആകർഷിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മെസ്സിനെയാണ്. മെൽവിൻ ചേട്ടൻ മറഡോണ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫുട്ബോൾ മാച്ചസ് കാണാറും അതുപോലെ തന്നെ ആരാധിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമോ? മറഡോണ കളിക്കുന്ന ആ കാലഘട്ടത്തിൽ എല്ലാവരും വീടുകളിൽ ടി വികളില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ് ഉള്ളത്. അപ്പോൾ അടുത്ത വീട്ടിൽ പോയി രാത്രി 12 മണിക്കൊക്കെ മറഡോണയുടെ കളികളൊക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മറഡോണ കാലഘട്ടത്തിൽ ആരാധിക്കുന്നത്. മെൽവിൻ ചേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ ആരാധകനാണ്. ഫുട്ബോളിലേക്ക് ആകർഷിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം എന്താണ്? 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെലെയുടെ ഫുട്ബോൾ ചരിത്രം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അന്നത്തെ ആ പഠിപ്പ് അത് അങ്ങനെ മനസ്സിൽ വളരെയധികം തങ്ങി നിൽക്കുകയും ആ കാലഘട്ടം തുടങ്ങിയാണ് ഫുട്ബോളിനോട് ഈ രീതിയിലുള്ള ആരാധന തുടങ്ങിയത്.